ഇറാനുമായുള്ള യുദ്ധം പെട്ടെന്ന് നിർത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടിനെ കുറിച്ച് തുടക്കം മുതൽ ദുരൂഹത പ്രചരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുടെ ദൗർബല്യങ്ങളെ കുറിച്ചാണ് ചർച്ചയാകുന്നത്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അത്യാധുനിക ആയുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ റെയർ എർത്ത് മൂലകങ്ങളുടെ ശേഖരം അമേരിക്കയിൽ വെറും 2 മാസത്തേക്ക് മാത്രമാണുള്ളത്. കോടിക്കണക്കിന് ഡോളർ മിസൈലുകൾക്കും പ്രതിരോധ സംവിധാനങ്ങൾക്കുമായി ചെലവഴിക്കുമ്പോഴും ചൈനയെ ആശ്രയിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് വാഷിംഗ്ടൺ. ഈ പ്രതിസന്ധി ഡൊണാൾഡ് ട്രംപിനെ ഒരു വെടിനിർത്തൽ കരാറിന് പ്രേരിപ്പിക്കുന്നുണ്ടോ? നമുക്ക് പരിശോധിക്കാം. ഇറാനുമായുള്ള സംഘർഷം ആരംഭിച്ച് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ അമേരിക്ക ചെലവഴിച്ചത് ശതകോടികളാണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനിക നീക്കത്തിന്റെ ആദ്യ 6 ദിവസത്തിനുള്ളിൽ മാത്രം $11 ബില്യൺ ചെലവായതായാണ് കണക്കുകൾ. പ്രധാന കാരണമായി പറയുന്നത് ഓരോ ടോമോഹോക്ക് മിസൈലിനും ഏകദേശം $3.5 മില്യൺ ആണ് വില. ഇറാന്റെ ഡ്രോണുകളെയും മിസൈലുകളെയും തടയാൻ ഉപയോഗിക്കുന്ന ഇന്റർസെപ്റ്റർ മിസൈലുകൾക്ക് ഇതിലും വലിയ വില നൽകണം. ദിവസേന $1 മുതൽ $2 ബില്യൺ വരെയാണ് അമേരിക്കയ്ക്ക് ഈ യുദ്ധം മൂലം നഷ്ടമാകുന്നത്. 8 ആഴ്ച ഈ യുദ്ധം തുടർന്നാൽ അത് $250 ബില്യൺ ബാധ്യത വരുത്തിവെക്കും. എന്നാൽ പണമല്ല ഇവിടെ പ്രധാന പ്രശ്നം, മറിച്ച് ആയുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കളാണ്. റെയർ എർത്ത് മൂലകങ്ങൾ ഇല്ലാതെ ഇന്നത്തെ ഒരു അത്യാധുനിക ആയുധവും പ്രവർത്തിക്കില്ല. നിയോഡീമിയം, ഡിസ്പ്രോസിയം തുടങ്ങിയ 17 മൂലകങ്ങളാണിവ. മിസൈലുകളുടെ ഗൈഡൻസ് സിസ്റ്റം, യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ, റഡാറുകൾ എന്നിവയിലെല്ലാം ഇവ അനിവാര്യമാണ്. ലോകത്തെ റെയർ എർത്ത് സംസ്കരണത്തിന്റെ 90% ചൈനയുടെ കൈപ്പിടിയിലാണ്. അമേരിക്കയ്ക്ക് ആവശ്യമായ ഈ വസ്തുക്കളുടെ സിംഹഭാഗവും വരുന്നത് ചൈനയിൽ നിന്നാണ്. നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ ആയുധങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചതോടെ അമേരിക്കയുടെ പക്കൽ വെറും 60 ദിവസത്തേക്കുള്ള റെയർ എർത്ത് ശേഖരം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ചൈന കയറ്റുമതി നിയന്ത്രിച്ചാൽ അമേരിക്കൻ പ്രതിരോധ മേഖല നിശ്ചലമാകും. ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ അമേരിക്ക സ്വന്തം നിലയ്ക്ക് റെയർ എർത്ത് ഖനനം ആരംഭിച്ചിട്ടുണ്ട്. ടെക്സാസിലും കാലിഫോർണിയയിലും വലിയ പദ്ധതികൾ നടക്കുന്നു. എന്നാൽ ഇവ പൂർണ്ണമായി സജ്ജമാകാൻ വർഷങ്ങളെടുക്കും. അമേരിക്കയുടെ സൈനിക കരുത്ത് അത്യാധുനികമാണെങ്കിലും അതിന്റെ അടിത്തറയായ വിഭവങ്ങൾക്കായി ശത്രു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് വലിയൊരു പാഠമാണ്. ഇറാനുമായുള്ള ഒരു വെടിനിർത്തൽ കേവലം രാഷ്ട്രീയ തീരുമാനമല്ല, മറിച്ച് അമേരിക്കയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള അനിവാര്യതയായി മാറുകയാണ്. വരും ദിവസങ്ങളിലെ നയതന്ത്ര ചർച്ചകൾ ലോകത്തിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിച്ചേക്കാം.